ഹായ് പറയൂ കുട്ടി. ഹലോ. അപ്പോൾ അഗിയുടെ ബർത്ത്ഡേ ആവാറായിട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബർത്ത്ഡേ ആവാറായി. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവുകയാണ്. ഷർട്ട് എടുത്തു, നമുക്ക് പാൻറ് എടുക്കാം. ഷർട്ട് രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്, പറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കണം. ഇനി പാൻറ് എടുക്കാം. ഞാൻ പാൻറ് ആദ്യമായിട്ടോട്ട് എടുക്കണം. പാൻറ് ഇതുവരെ എടുത്തിട്ടില്ല, അതിൻ്റെ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം നമുക്ക് പാൻറ് എടുക്കാം. നമ്മൾ ഷർട്ടും പാൻറ്റും, 2 ഷർട്ടും 1 പാൻറ്റും വാങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് ഷൂ മേടിക്കാൻ പോകണം. പിന്നെ ഗിഫ്റ്റ് ബോക്സ് മേടിക്കണം. അത് കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും തിന്നണം. അതും ജയിക്കണമാകാം. ഭാഗ്യക്ക് ഷൂ മേടിക്കാൻ പോവാട്ടെ. അപ്പം എനിക്ക് സൈസ് കറക്റ്റായിട്ട് അറിയില്ല. ഭാഗവട്ടിനോട് വിളിച്ച് ചോദിച്ചിട്ട് വേണം സൈസ് അറിയാൻ. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല. ലാർജും മീഡിയം എനിക്ക് അങ്ങോട്ട് മാറിപ്പോവും. അപ്പം മീഡിയം ആണ് സൈസ്. അതിനുള്ള ഷർട്ട് എടുത്ത് നമുക്ക് ഷൂ കൊടുക്കാം. 42. അപ്പൊ അഗേട്ടന് എത്ര വേണ്ടി? ഒരു 40 പോരെ? 40 പറ്റുണ്ടാവില്ലേ? അഗേട്ടിന് ബാബേണ്ടി ഒന്നാവൂല. അപ്പൊ ഒന്നല്ലേ ചെരുപ്പ്. അങ്ങനെ നമ്മൾ ഷൂ വാങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ വെറും 5 മിനിറ്റ് കൊടുത്തില്ലേടി, 2-3 മിനിറ്റോടാണ് നമ്മൾ ഷൂ എടുത്തത്. അവരെ കൊണ്ട് വരികയാണെങ്കിൽ 1 മണിക്കൂർ കണ്ടാ പോരാ. ഷർട്ട് എടുക്കുന്ന കടയിൽ ഒരു 4 മണിക്കൂർ പോസ്റ്റ്. കാരണം 2 ഷർട്ടും 1 പാൻറ്റും എടുക്കണം. പിന്നെ ഷൂ എടുക്കാനും. അങ്ങനെ ഒരു ദിവസം അവർക്കായിട്ട് പോകും. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ് ഇപ്പം എടുത്തുള്ളത്. ഓനത് ഇഷ്ടമാവില്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായില്ലെങ്കിൽ മാറ്റിക്കോട്ടെ. ബില്ല് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ എന്തായാലും. അപ്പം ഷൂ വാങ്ങി ഇനി ഞങ്ങൾ എന്തെങ്കിലും പോയിട്ട് ഞണ്ണിയിട്ട് വരാം. എന്തെങ്കിലും പോയി കഴിക്കട്ടെ. അത് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കഴിക്കാൻ മീമിൽ കയറണം. ലോഡർ കഴിക്കാമെന്ന് വിചാരിക്കണേ. അപ്പം നമുക്ക് അവിടെ ചെന്ന് കാണാം. നമ്മൾ മീമിൽ ലോഡർ പ്രൈസ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലോ. അയ്യോടെ ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഞാനുണ്ടായിരുന്നു ഗേൾസ് ഓൺലി ട്രിപ്പ്. ഞങ്ങൾ ഓരെങ്ങടോ പോയി. പക്ഷെ ഞങ്ങൾ ശരിക്കും ഗേൾസ് ട്രിപ്പ് പോകും. ഓരോ കൂട്ടാതെ പോകും. അപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിൽ ചെറിയ സ്ഥലത്തേക്ക് വന്നു പോയി. ഞങ്ങൾ പോവുകയാണെങ്കിൽ ഗോവ, മാംഗ്ലൂരു, ഞങ്ങൾ അങ്ങനെയൊക്കെ കറങ്ങുന്ന ആൾക്കാർ. ഇന്റർനാഷണൽ ട്രിപ്പ് ഇതൊക്കെ ഇന്റർനാഷണൽ. കുളു മണാലി, ജമ്മു കാശ്മീർക്ക് ഇപ്പോൾ പോകണ്ട. വെടിയേറ്റ് കിടക്കേണ്ടി വരും. അവസ്ഥ മോശമായതുകൊണ്ട് ഞങ്ങൾ വർഷത്തിലൊരിക്കലും ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 3 പാസ്പോർട്ട് 2 ഫ്ലൈറ്റും സ്വന്തമായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പ് എടപ്പാളിക്ക് അയക്കിയതല്ല. നമ്മൾ എൻ്റെ ബഡ്ജറ്റിനേക്കാൾ ഇച്ചിരി കൂടിയോ ഞാൻ 5000 ഫ്ലാറ്റ് ആയിരുന്നു. പക്ഷെ 5000 കവിഞ്ഞ് ഗൈസ്. ഇതിൽ വിറ്റതല്ല, പൈസ മുഴുവൻ വണ്ടേന്. ഓൻ്റെ പൈസക്ക് ഓനെ ഗിഫ്റ്റ് അടിച്ചു കൊടുക്കും. വീഡിയോ കാണുമ്പോൾ എന്റെ പൈസക്കാ ഞാൻ വെക്കോ. ഞാൻ പറയും 5000 കാണി തരുമോ? ഞാൻ തരാം, നാളെ തരാം, മരുന്ന് തരാം. ഞാൻ കയറ്റി വെക്കും. എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പർച്ചേസ് കഴിഞ്ഞു. ഒരില്ലാത്ത കാരണം ആദ്യം വരാന്നൊക്കെ കുറേ വാശി പിടിച്ച് ഞങ്ങൾ വരണ്ട. ഗേൾസ് ഇതൊക്കെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടായിരിക്കും കാണുന്നത്. ബാബുട്ടാക്കിയ ലോഡർ ഫ്രൈസ് മാത്രമേ കഴിക്കണുള്ളൂ. പിന്നെ 3 ലൈമോ. ഞങ്ങൾ ഭയങ്കര ചീപ്പാണ്.
റേറ്റിലുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. നിങ്ങളെപ്പോലെ റിച്ച് അല്ല. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ അറിഞ്ഞാൽ മതി ഇതിന്റെ ചെലവല്ല, അമ്മൂന്റെ ചെലവാണ്. അമ്മൂന്റെ ചെലവല്ല, അമ്മൂന്റെ ചെലവാണ്. അപ്പൊ അയ്യേട്ടന്റെ പൈസക്ക് ഞങ്ങൾ തന്നെ കഴിച്ചു. അകിയുടെ ബർത്ത്ഡേ ചെലവ് ഞാൻ ചോദിക്കരുതിട്ട് അകിയോട് ബർത്ത്ഡേക്ക് ചെലവ് അത് ചോദിക്കല്ലോ, അതിന് ശേഷല്ലേ വീഡിയോ ഇടൂ. അപ്പൊ ഇനി ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ മേടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ബഡ്ജറ്റ് കുറച്ച് കൂടി വന്നൊരു സംശയം. പിന്നെ ഞാനൊരു ചെറിയ ഫ്രെയിം പ്ലാൻ ചെയ്തത്. ഇപ്പോഴത്തെ ഫ്രെയിം നോക്കാം. ബഡ്ജറ്റ് എന്നോട് അക്കൗണ്ടിൽ ഇടുക പറഞ്ഞ പൈസ ഇട്. എനിക്കറിയില്ല, ചീത്ത അറിയണം. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ ലോഡർ കഴിക്കട്ടെ. അയ്യോ അതാ വിളിക്കണേ. അങ്ങനെ ഞങ്ങളുടെ ലോഡഡ് വന്നിരിക്കുകയാണ്. വൈകിട്ടൊരു ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അകിയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ 1ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഒരു ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എടപ്പാട് സ്റ്റുഡിയോയിലെ നല്ല ഡ്രസ്സ് ഉണ്ടല്ലേ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങി. എടി പോയി ചേച്ചി പോടെ എടുക്കണ്ട. കണ്ടോ എന്ത് നല്ല ഡ്രസ്സാണ്. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അത് മറ്റേ കൊറിയൻ നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലിടാൻ പറ്റുന്നതും പുറത്തേക്ക് ഇടാൻ പറ്റുന്നതും ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഒക്കെ അടിപൊളി അടിപൊളി. ആര് കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്റ്റുഡിയോയില്. ഒക്കെ അടിപൊളി 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 കളേഴ്സൊക്കെ അടിപൊളി. ഇത് ഞാൻ ഇട്ട സെയിം സാധനം കേട്ടോ, സെയിം കളറ്. സൂപ്പർ. പിന്നെ നമ്മൾ ഈ 2 സാധനമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യിച്ചു. അത് നല്ല മോള് നല്ല തടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തടിയുണ്ട്, ഹൈറ്റും ഉണ്ട് ഉണ്ണി. അപ്പോൾ നമ്മളതൊന്ന് മാറ്റി വാങ്ങിച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 അടുപ്പ് നമ്മൾ എടുത്തിട്ടില്ല. നമുക്കിത് ബില്ല് ചെയ്യിപ്പിക്കാം. വേണ്ട കുഞ്ഞിന് വേണ്ട, അവിടെ വെക്കുക, അവിടെ വെക്കുക. ഉണ്ടല്ലേ അത് തണുപ്പ് കൂടുതലല്ലേ ഇവിടെ അവിടത്തേക്കാളും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിക്കുള്ള ഡ്രസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗേൾസ് ട്രിപ്പ് കഴിയാറായി. അവരവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാട്ടാ പറഞ്ഞത്. ചേച്ചിക്ക് 1-2 സാധനങ്ങൾ നോക്കാണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് എനിക്കൊരു ചെറിയ ഫ്രെയിം കൂടി ചെയ്യിപ്പിക്കാണ്ടായിരുന്നു. നമുക്ക് ടൈമിൻ്റെ പരിമിതി കാരണം ചിലപ്പോൾ ഞാൻ സ്കിപ്പാക്കും. നോക്കാം. ഇവ ചീത്ത അറിയൂ കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം പൈസ പൊട്ടിയുണ്ട്. അനാവശ്യത്തിന് പൈസ പൊട്ടിയിട്ട്. ഇതാണ് നമ്മുടെ മിനി വ്ളോഗി. അതില്ല ഇല്ലാന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്. കോട്ട് തപ്പി ഇറങ്ങിയതാണ് ഗൈസ്. ഇബു വാ വാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെയും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാ കളക്ഷൻസും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മതിക്ക് പോവാം. ഇവിടെ കേട്ടോ ഓടുന്നത്. ഓടുന്നു. ഇതാ ഓ ഇത് രസമുണ്ട്. ഇത് രസമുണ്ട് ഗൈസ്. ഇവിടെയും ഒത്തിരി കളക്ഷൻസ് ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും. അതിന് മുന്നേ നമുക്ക് വീടെത്തണം. അപ്പോൾ പർച്ചേസിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം, നെക്സ്റ്റ് ഒന്ന് ഇറങ്ങാം. അങ്ങനെ 12 മണി അവന് കുറച്ച് സമയമുള്ളൂ കേട്ടോ. ബർത്ത്ഡേ ബോയ് ഇപ്പോൾ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏത് ഷർട്ട്. അതിന് സർപ്രൈസൊക്കെ പൊളിഞ്ഞു ഗൈസ്. ആകെ പൊളിഞ്ഞ് അൽക്കുലത്തായി. ഇടുക്കി അകിക്ക് ഞാൻ ആസ്ഥാന പേരിട്ടിരിക്കുകയാണ് സർപ്രൈസ് കിങ്. അപ്പോൾ സർപ്രൈസൊക്കെ ആകെ പൊളിഞ്ഞ്. ഷർട്ട് അവന് ഇഷ്ടമായില്ല. ഒരു ഷർട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് മാറ്റിച്ചിട്ടാ. ലേറ്റ് ഉണ്ട് അവിടെ.
പിന്നെ ലൈറ്റിലോട്ട് ഉണ്ട്, അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. ഷർട്ട് കൊണ്ടിട്ട് മാറ്റിച്ചു. അങ്ങനെ രണ്ടാമതെടുത്ത ഷർട്ടാണ്. ഒരു ഷർട്ട് മാറ്റില്ല, പിന്നെ ഷൂ മാറ്റിച്ചു, ഒക്കെ മാറ്റിച്ചു കിട്ടാം. അത് ഒരു ഷർട്ടിന് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സർപ്രൈസ് ഒന്നുമല്ല, ഒക്കെ ഒന്ന് അറിയാം. കാരണം ഓൾറെഡി സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഒന്ന് അറിയാം കേട്ടോ. ഇനി ഒരു സർപ്രൈസ് ഇല്ല. ഇപ്പം സർപ്രൈസ് കേൾക്കൊണ്ടിരിക്കുന്ന ദേഷ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ല, അവനൊക്കെ അറിയാം. നിങ്ങൾക്ക് അവർക്ക് അതല്ല, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ആദ്യത്തെ പിറന്നാളിന് ഞാൻ പ്രഗ്നന്റ് ആയിട്ടാ. അപ്പം പ്രഗ്നന്റ് ആയപ്പോൾ പ്രഗ്നന്റ് അല്ലേ, എനിക്കൊന്നും സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വാച്ച് കൊണ്ടുപോയിട്ട് മേടിച്ചു കൊടുത്തു. രണ്ടാമത്തെ പിറന്നാളിന് ഞാൻ 3 ദിവസം മുന്നേ ഹെൽമെറ്റ് മേടിച്ചു വെച്ച്. അതെനിക്ക് അവസാനിക്ക് സങ്കടം തോന്നിയിട്ട് വാങ്ങി അന്ന് തന്നെ ഞാൻ എടുത്തു കൊടുത്തത് അടക്കമുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ബാബുവിനുള്ള ഗിഫ്റ്റ് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞാലോ അങ്ങനെ ഞാൻ അതും കൊടുത്തു. 3-ാം വർഷത്തെ പിറന്നാളാണിത്. അത് ഒന്നൊന്നര ചീറ്റി പോലെയായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു ചെറിയ സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പം നമ്മളൊന്ന് പുറത്ത് പോവാണ്. വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇവുവിൻ്റെ ബേർഡ് നടത്തിയ സ്ഥലമല്ലേ, നമ്മൾ അങ്ങോട്ട് അപ്പം പോകാൻ പോകുന്നത്. അപ്പം അവിടുന്ന് കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ഇവുവിനെ റെഡിയാക്കാണ്ട്, റെഡി ആവാണ്ട്, ഞാൻ റെഡി ആവാണ്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് പറയാനൊന്നുമില്ല, നല്ല ഡ്രസ്സാട്ടാ. ഡ്രസ്സ് ഞാൻ ഒരു ഡ്രസ്സ് ഇടാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടാന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് ഷേപ്പാക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഇത് നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സമയം ലേറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. ഓൾറെഡി ലേറ്റായി, നമുക്ക് ഇറങ്ങാക്കി എഡിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണേ. സ്ഥലത്ത് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതുപോലെ പിറന്നാൾ കഴിഞ്ഞ സ്ഥലമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മളെ ഫ്രണ്ട്സല്ല, നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ സ്ഥലത്ത് ചുറ്റി കാണിച്ചേരേ. ആണ് നമ്മുടെ സ്ഥലം. ഇവ ഹായ് പറ, ഹായ് അമ്മൂസ്, ഹായ് പറയൂ. ഹായ് ബാബൂസ്. 12:30 വന്നിട്ടാണ് ഹായ് പറയൂ. ബർത്ത്ഡേ പോയിക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? 11:58 വരെ എൻ്റെ കയ്യിൽ നിന്ന് ചീത്തരുന്ന്. പേഴ്സ് എടുക്കാൻ മറന്നേന്. 11:58 വരെ വണ്ടിയിൽ ഇരുന്നിട്ട് പേഴ്സ് എടുത്തില്ല, റിംഗ് ലൈറ്റ് എടുത്തില്ല പറഞ്ഞിട്ട് ഫുള്ള് ചീത്തയായിരുന്നു. 11:59 ആയപ്പോ ഞാൻ സൈലന്റ് ആയി. 11:59 ആയി ഞാൻ സൈലന്റ് ആയി. 12 മണിയായപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനും യൂട്യൂബ് ഷോക്കഡ്. അഗി റോക്കഡ്, ഇവു ഷോക്കഡ്. അപ്പൊ ഇതാട്ട് അപ്പൊ ഇതാണ് ഫ്ലോക്കി കഫേ. അപ്പൊ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് കേക്കിൽ നമ്മളൊരു സർപ്രൈസ് സാധനം എഴുതിയിട്ടുണ്ട്. അത് നമ്മളിപ്പൊ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് അപ്പം റിവീൽ ചെയ്യാം. അഗിക്ക് ഇത് മാത്രമേ സർപ്രൈസ് ഉള്ളൂ, പേര് മാത്രമേ സർപ്രൈസ് ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെയാണ് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഞങ്ങള് രണ്ടാമത്തെ വട്ടാണ് നോക്കിയത്. ഇവളുടെ ബർത്ത്ഡേക്കും പിന്നെ അഗിയുടെ ബർത്ത്ഡേക്കും. അപ്പൊ കേക്ക് കടിച്ചു പൊളിക്ക്. കേക്കല്ല ജോർക്ക് വരച്ചിട്ടേക്ക് കൊടുക്കുക. എന്റെ രാജ പോയി കഴിഞ്ഞാൽ ഒക്കത്തിന് ഞാൻ കൊല്ലൂ. എന്തോ അത് എഴുതിയത് എന്താ അറിയില്ലല്ലോ. എഴുതി പോയി വായിച്ചു നോക്കിയാ. വേണ്ട, ഇപ്പൊ വായിക്കണോ? മുറിക്കുമ്പോ കണ്ടോ അല്ലേ? മുറിക്കുമ്പോ കണ്ടോ? നോക്കൂ ശരിക്കും. അതെ അമ്മു ഇതിനെ പറ്റി ഒന്നും പറഞ്ഞോ. ബർത്ത്ഡേ ബോയിനെ പറ്റി 2 വാക്ക്. ബർത്ത്ഡേ ബോയ് ഞാൻ വരുന്ന നിർത്തി പറയണോ?
നിർത്തി പറയണോ? നടുക്ക് പോയിക്കണോ? രണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. രണ്ട് നല്ലതും രണ്ട് ചീത്തതും. എന്ത് പറയാ? എന്തും പറഞ്ഞ പച്ച തെറി പറയണ പോലെ. ഇനി നല്ലത് ഒന്ന് എന്താന്ന് വെച്ചാല് കണ്ടാൽ മാന്യതൻ. മാന്യതൻ. അതാ ചോദിച്ചത്. ദൽ അടുത്തത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ വർഷം മുതൽ മാറ്റാനായിട്ട് നോക്കണം. പിന്നെ ഇനിയിപ്പോ നെഗറ്റീവ് പറയുകയാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. പിന്നെന്താണ് കൺട്രോൾ ചെയ്യാൻ തീരെ അറിയില്ല. നല്ലത് പറഞ്ഞാൽ മതി. നെഗറ്റീവ് പറയണത് ഇന്നു മുതൽ അത് മാറ്റാനാണ്. പിന്നെ നല്ലത് പറയുകയാണെങ്കിൽ പാവാണ്. അത് സത്യമാണ്. നല്ലത് മാത്രമേ പറയുള്ളൂ. ബാബുനല്ലേ പറയാം. ഞാൻ പറഞ്ഞില്ല ഇത് സെൻസർ ബോർഡിൽ കൊടുക്കേണ്ടി വരും. പറഞ്ഞോ? ആ എല്ലാരും കേട്ടെ. ഇവു 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 അച്ഛനെ പറ്റി 2 വാക്ക് പറയും. കേക്കണം അച്ഛേ. തള്ളേക്കു ഇതേ അല്ലേ കൈ. അയ്യോ മുഖത്ത് വിളാച്ചു നോക്കട്ടെ. അത്ര കേക്കാട്ടത്. 5 കേക്ക് മുറിക്കുമ്പോ ഞാൻ അച്ഛ ഇങ്ങനെ തിന്നുട്ടാ. അപ്പൊ തിരി നോക്കി നിന്നോട്ടാ. അപ്പൊ ഈ സീസണിലെ വർക്ക് നമുക്ക് ഈ ഡ്രസ് വെച്ച് ഉപയോഗിക്കാം. രണ്ട് ചീത്തതും പറഞ്ഞു. അതിന് മാത്രം ചീത്ത പറയല്ല. ചെള്ള നോക്കി ഒന്ന് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലോ ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. ഞാൻ അമ്മൂനെ പറ്റി 2 വാക്ക്. രണ്ട് ഡേ ആണ്. ഞാൻ അടുത്തത് ആദ്യം ഒന്നും പറയാലത്. കമോൺ. കുറ്റം പറയാൻ കിട്ടിയ അവസരം അതിന് നല്ലൊന്നും പറയാനില്ലല്ലോ. രണ്ട് നല്ലത് രണ്ട് ചീത്തത്. വിട് ഇല്ല ഇത് കേട്ടെ. ഒരു മിനിറ്റ് ഒന്നുകൂടി പറ. പരിചയമില്ല. മിണ്ട പൂച്ച മിണ്ട പട്ടിയാണോ? ഒരു 4 വാക്ക് കൂടുതൽ പറയാനുള്ള അവസരം തരണം. പറയുമ്പോ നിർത്തി. ഒരു നിർഗുണേ സംഭവം. ഒരു നിർഗുണനാണ്. പക്ഷെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നിർഗുണനാണ്. ഒരു തുപ്പന തെറിച്ചില്ല. ഇല്ല ആകെ ഒരു ഗുണം കണ്ടിച്ചാ ഈ കുട്ടർ അച്ഛനായി. നിർത്തിയിട്ടും സർപ്രൈസ് ഒക്കെ കൊണ്ടുവന്നത് എല്ലാരും പറയുമ്പോ കേട്ടുള്ളൂ. ഞാൻ പറയുമ്പോൾ കേട്ടു. എന്നിട്ട് ഇടയ്ക്ക് കേക്ക് മുറിക്കാനുള്ള അവസരങ്ങൾ തരുള്ളൂ. പിന്നെ ഇവരെ പറ്റി പറയുമ്പോ ബാക്കി ഇതിന്റെ ബാക്കിയായ ഇതിനെ പറ്റി പറയണം. സർപ്രൈസ് പറഞ്ഞോണ്ട് നടക്കുന്ന ഒരു ജീവി. സർപ്രൈസ് കൊടുക്കാം ബാബട്ട. സർപ്രൈസ് കൊടുക്കണം പറഞ്ഞ് വിളിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് രാത്രി ആക്കിയോടെ എന്നിട്ടൊക്കെ സ്വകാര്യമായിട്ട് പറയും. എന്നിട്ട് രാവിലെ വിളിച്ചിട്ട് പറയും ബാബട്ട സർപ്രൈസ് ഇല്ലട്ടോ എന്റെ ഞാനൊക്കെ ആക്കിയോട് പറഞ്ഞത്. ഞാൻ പാണ്ടിപ്പാട് സിനിമയിലെ മറ്റേ എന്താണ് ഇന്ദ്രൻസ് കള്ളുടിച്ച സത്യങ്ങൾ പറയില്ല. അതേപോലെ ആകെ ഒന്ന് അമ്മ ഒന്ന് വിളിച്ച സത്യം മുഴുവൻ പറയും. ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് എന്തിനായാലും പൊട്ടനാക്കളെ അത് നടക്കൂല. ഇത് സർപ്രൈസ് നടക്കൂല. ഇല്ല എനിക്ക് മനസ്സിലായി. ഇനി ആകിക്ക് ജീവിതത്തിൽ സർപ്രൈസ് ഇല്ല. ഇല്ല ഇതോടുകൂടി സർപ്രൈസ് രാജ എന്നുള്ളൊരു പേര് വന്നുള്ളത്. അപ്പൊ എല്ലാരോടും സർപ്രൈസ് രാജ. ഇത് രാളി. അപ്പൊ ഈ നല്ലത് പറയാന്ന് വെച്ചാൽ ഇവരെ പറ്റി ഞാൻ എന്ത് നല്ല പറയാനാ? വെറും മ്ലാച്ചൻ. ഒരു വാക്ക് സീരിയസ് ആയിട്ട് നല്ലത് പറ. എന്തും പറയാ. നല്ല പറയ്ക്ക് പറ്റില്ല. ഉള്ളതൊക്കെ തന്നെ പറഞ്ഞു. ഒന്നെങ്കിലും എന്തിപ്പോ പറയാ? കുട്ടി അച്ഛനുള്ളത് കുറ്റം പറഞ്ഞു. കുഴപ്പമില്ലാത്തൊരു മനുഷ്യ അത്രേ ഉള്ളു. കൂടുതൽ പറയാനില്ല. ശരിയല്ലേ? ഓനെ പറ്റി ഒരു 10 നെഗറ്റീവ് പറയണം. ആ ഇല്ലാന്നാ
അച്ഛൻ അത്രയും പറയണം. ആയിക്കോട്ടെ. അതിന് അതേ സാധനം ഓൾക്കുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഒപ്പോസ് ചെയ്യും വേണം. കേട്ട് നിൽക്കാൻ മാത്രല്ല തിരിച്ചു പറയും വേണം. നിങ്ങൾ സാധാരണ ചെയ്യുന്ന സാധനം തന്നെ അഭിനയിക്കൊന്നും വേണ്ട. അതിലേക്ക് നല്ലതിനടുത്ത് ഇത് തരാം. ആദ്യം ചീത്ത്. ദേഷ്യം. ആ വാശി. ആ വാശി. അല്ല വാശിൻ്റെതല്ല. വാശി. ഓക്കെ. പിന്നെ ചീത്തല്ലേ പറയണ്ടേ? പിന്നെ ഒരു അടുക്കും ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എനി ഒപ്പോസ് വൃത്തിയില്ലേ? അടുത്ത് ആഴ്ചയിലെ കുളിക്കുള്ളൂ. ഞാൻ അത് കൗണ്ടർ ആർക്കും ശരി. വേമേം പറഞ്ഞ അല്ലെങ്കിൽ ഓൻ വേമേം പറഞ്ഞു. പിന്നെ ഇജ്ജ് നിർത്തിയാ അകിയ അനക്ക് പറയാനുള്ള പറഞ്ഞു. പൊങ്ങച്ചൻ പറയും. തിരിച്ചുണ്ടാ വേം പറഞ്ഞോ. തിരിച്ചുണ്ടാ അഹങ്കാരുണ്ട്, മുഖത്തുണ്ട്. നിങ്ങളത് എഗ്രി ചെയ്യണ്ടാ? ഞാൻ 2 പ്രാവശ്യം. ആയിക്കോട്ടെ ശരി പോട്ടെ. അടുത്ത് കണ്ടാ നിർത്തി നോക്കി. ആലോചിക്കട്ടെ. ഞാൻ 3 പറഞ്ഞില്ലേ? ആലോചിക്ക. ഇത്രയും സമയം ഓ 5 പറഞ്ഞു. ഓന് എല്ലാ അടുക്കും ചിട്ടയിലും ചെയ്യുന്നു. അതായത് ഓള് ചെയ്യുന്ന എല്ലാം വൃത്തിയാണെന്ന് വിചാരം. എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആക്കുന്ന വിചാരം. പക്ഷെ ഒന്നും ഫിനിഷ് ആക്കില്ല. അടുത്ത് അനക്ക് ഒപ്പോസ് ചെയ്യാ. എന്റെ വാശിയൊക്കെ പറഞ്ഞത് ഒപ്പോസ് ചെയ്യും വേണ്ട. കഴിഞ്ഞ അന്ന് നല്ല പറഞ്ഞോ. ഞാൻ പറയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിച്ചോണ്ട് നിൽക്കും. അഗേട്ടൻ വർക്കിന് പോയാ അമ്മു ചേച്ചി വിളിക്കും, അമ്മു ചേച്ചി പുറത്ത് പോയാ അഗേട്ടൻ വിളിച്ചോണ്ട് നിൽക്കും. അതിന് അമ്മൂന് ഈ സംഭവം എത്ര പ്രാവശ്യം അനുഭവത്തിലൊന്നുണ്ട്. ചോദിക്കാല്ലോ. പോ എനിക്കിത് വളരെ നന്നായിട്ട് അറിയുന്നോണ്ട് ഞാൻ ചോദിക്കുന്നു. ഉത്തരം പറയും. ചന്ദ്രേട്ടൻ എവിടെയാന്ന് വിളിക്കണ പോലെ വിളിക്കുക. അതിനാണ് ഈ പറയുന്നത്. ഈ ഇടയ്ക്കും തലയ്ക്കും ദിവസത്തിൽ ആകെ 24 മണിക്കൂറുള്ളൂ. അതിൽ 250 പ്രാവശ്യം വിളിച്ച എങ്ങനെയാ? ഞാൻ തിരിച്ചു വിളിച്ചത്. അതിന് പകുതി സമയം എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പകുതി സമയം ഞാൻ വിളിക്കാറില്ല. അത് ശരി. നിങ്ങൾ കുറ്റം പറഞ്ഞ് നല്ലത് പറഞ്ഞില്ല. നല്ലത് പറയാം. സ്നേഹമുള്ള ഇതൊക്കെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. നല്ലത് ഇനി മുതൽ ഇതൊക്കെ മാറ്റി നല്ല മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. നാളെ മുതൽ നിമിഷം 12 മണി കഴിഞ്ഞു. നല്ലത് പറയാം. നല്ല സ്നേഹ തക്കുട് പറയേ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കത് കൊണ്ടുവരും. പൈസ ഇല്ലെങ്കിൽ അങ്ങനല്ല. എന്താ കാശ് ഉണ്ടെങ്കിൽ മന്തി, ഇല്ലെങ്കിൽ ചമ്മന്തി. ചാമാറ്റോ വേണ്ട, ചമ്മന്തി. പിന്നെന്താ നല്ല സ്നേഹ. അതിലെല്ലാം പെടും. കുറ്റം മാത്രമേ പറയുള്ളൂ. ഞാൻ ഇനി ഒരു 10 പറയാൻ പറഞ്ഞു. ഞാൻ പറയും സ്നേഹ. അതിലെല്ലാം പെടും. ബാബനെ മാത്രം വിളിച്ചിട്ട് 2 കുറ്റവും. അത് ബാബുണ്ട് പറഞ്ഞത്. നമുക്ക് അവസരം ഉണ്ട്. 20 എനിക്ക് അവസരമില്ല. എന്നോട് ആരും മാറാൻ പറഞ്ഞിട്ട് ഒരു പിറന്നോണ്ട് ഞാൻ മാറൂല. ഓടുന്നത് ഈ മാറൂ. ഈ പിറന്നോണ്ട് ഈ മാറൂ. എടാ ആഭാസ ഈ ഇപ്പോഴല്ലേ മാറാന്ന് പറഞ്ഞു. ഈ ചിലപ്പോ ഏത് പറഞ്ഞേ ഒരു ചാൻസ് കൂടി തരൂ. ഒരു ചാൻസ് കൂടി. എങ്ങനെ എനിക്ക് ആദ്യമായിട്ട് കുറ്റബോധം ഉണ്ടായത്. കുറ്റബോധ കഥ പറയണ്ട. കുറ്റബോധ കഥ പറയണ്ട. അപ്പൊ ഇനി നമുക്ക് കേക്ക് മുറിക്കാം. എന്നിട്ട് ഫുഡ് കഴിക്കണം. സമയം 12 ഇനി നമുക്ക് കേക്ക് മുറിക്കാം. അപ്പൊ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റിയിട്ട് ഒരു 4 വാക്ക് പറഞ്ഞ. നമ്മള് ഇപ്രാവശ്യം കേക്ക് മുറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് കേക്ക് പുറത്തുനിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ തന്നെ നമുക്ക് ആദ്യം ഓടി വന്നിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. അതായത് നമ്മൾ ചമ്രവട്ടം നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈറ്റിങ്ങും കാര്യങ്ങളും ആംബിയൻസ് ഒക്കെ ഇവിടെയാണ് നല്ലത്. ആയതുകൊണ്ട് നമ്മള് ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ട് തന്നെ വന്നു. നമുക്ക് ആംബിയൻസ് മൊത്തത്തിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലത്തെ ചെറിയ പരിപാടികൾക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ആംബിയൻസ് മാത്രമല്ല, ഫുഡ് നമുക്ക് ഇവിടെ തന്നെ പറയാം. വേറെ പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നും ആലോചിക്കാതെ ഫ്ലോക്കിക്കാൻ. നമ്മള് മുന്നേ ഒരു പരിപാടി നടത്തിയുള്ളൂ. ഇവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മള് 100 നമ്മളെ ഹാപ്പി ആയിരുന്നു. അവരുടെ സർവീസോ മൊത്തത്തിലുള്ള സർവീസിനെ പറ്റിട്ടോ ഇവരെ മൊത്തത്തിലുള്ള സർവീസോ സർവീസ് അടിപൊളിയാണ്. അതുകൊണ്ടാണ് പിന്നെ 12 നമ്മളെ പരിപാടി എന്ന് പറഞ്ഞിട്ടും അതിനൊരു നോ എന്നുള്ളൊരു വാക്ക് പറയാതെ നമ്മളെ കൂടെ നിന്ന ആളാണ്.
അപ്പൊ ഷബീർക്ക അപ്പൊ ഷബീർഖാണോ അവിടെ? വെറുതെ തലാണിച്ചു പോയി. ഓരേ പല ടീം ഫുൾ അവിടെ ഇരിക്കുന്നേ ഞാൻ കാണിച്ചു തരാട്ടാ. കേക്ക് നമുക്കിത് ബ്ലോക്കിയിട്ട് മെമ്പേഴ്സിന് കൊടുക്കാം കേട്ടോ. ആ കാണിക്കാം, അവിടെ കാണിക്കാലോ. ആ ബുക്കിൽ കാണിക്കാം. കേക്ക് വായോ കേക്ക് എടുക്കേ. ഇതാണ് നമ്മുടെ ഫ്ലോക്കി കഫയുടെ ഓണർ ഇട്ടാ ഉള്ളില്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോക്കി കഫയുടെ മെനു എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലോക്കി സ്പെഷ്യൽ ഉണ്ട്, ഇന്നില്ല. ഇതാണ് കേട്ടോ, ഒന്നും ഇല്ല കേട്ടോ. റോട്ടിൽ കൂടെയാണ് നട്ടപ്പാതിരക്ക് പെണ്ണ് ഓടി കളിക്കണത്. നടു റോഡാണ്. എടുത്തോ പൊക്കിക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോക്കി കഫേ. എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ആംബിയൻസ് ആണ്. നമുക്ക് ചെറിയ ചെറിയ പാർട്ടീസും ഇവൻറ്റ്സും ബർത്ത്ഡേ ഫംഗ്ഷൻസും ഒക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അത്താണിന്ന്, കരിങ്കല്ലത്താണിന്ന് നമ്മളുടെ BM പോണ വഴിക്കാണ് കേട്ടോ വരുന്നത്. ഓപ്പോസിറ്റ് ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലോക്കി ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അതെ നമ്മുടെ ഇനിയിപ്പോൾ പുറത്തിപ്പോൾ മഴ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വെയിലും ഒക്കെ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെയാണ് നടത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് മേലെ സെറ്റപ്പ് ഉണ്ട്, അവിടെയും സെറ്റ് ചെയ്ത് തരും കേട്ടോ. സൂപ്പറാണേ. അപ്പോൾ ഇതാണ്, നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേട്ടോ. അവർക്ക് തോന്നിയതുപോലെ അഭിനയിച്ചു തുടങ്ങി. വീട് പോവാ. പോണത് ആയിട്ടില്ല. പോവാ ഞങ്ങൾ കൊണ്ടാക്കട്ടെ. അവിടെ എന്താ സംഭവിച്ചു കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഒന്നുകൂടി കണ്ടു.
ആ അപ്പൊ ഓക്കെ ബൈ ബൈ ടാറ്റ. പിന്നെ പോർന്ന് ടാറ്റയൊന്നുമല്ല ഗായ്സ്. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ നാളെ വൈകുന്നേരം 2 അമ്മു ചേച്ചിയും കൂടെ മന്തി ഉണ്ടാക്കുന്നു. മന്തിയാ ഇത് നേരത്തെ പറഞ്ഞ ബിരിയാണി അല്ലേ? ബിരിയാണി ചേച്ചി നെയ്ച്ചോറിൽ ഉള്ളി വാട്ടിയിട്ട ബിരിയാണി പോലും മജ്ബൂസൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ചേച്ചി വൈകുന്നേരത്തല്ലേ ഉണ്ടാവുള്ളൂ. ചേച്ചി വൈകുന്നേരത്തെ ഉണ്ടാവുള്ളൂ. അതാ റെഡി അല്ലേ? 3, 2, 1 go. ബൈ. അപ്പൊ ഇത് ലൈറ്റ് ഉണ്ടാവല്ലടാ കഴിഞ്ഞില്ലേ? എന്നെ കൊണ്ട് ഭയങ്കര ശല്യം. കഴിഞ്ഞില്ലേ? വീട്ടിൽ പോട്ട് 2 മണിയായി. അപ്പൊ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ബൈ ബൈ, സീ യു.